ഉപ്പ മദ്യപാനിയാണ്. ഉമ്മ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് കാണുന്നു. ഉമ്മയുടെ സങ്കടം, ആവലാതിയെല്ലാം കാണുന്നു. എന്നാൽ ഉപ്പ മദ്യപിച്ചാലും സ്നേഹമുള്ള ആളാണ്. ഇടയ്ക്ക് നിർത്താൻ ശ്രമിച്ചാലും വീണ്ടും തുടരും. ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് വിളിച്ചാൽ വരില്ല. ഇപ്പോൾ മദ്യപാനം കൂടി ചീട്ടുകളിയുമുണ്ട്. പല സ്ഥലത്തു നിന്നും കടം വാങ്ങുന്നു. പണിക്ക് പോകാൻ മടിയാണ്. ഈ അവസ്ഥയിൽ ഉപ്പയോട് മാനസികമായി ഒരു അകൽച്ച വരുന്നു. ഇത് എൻ്റെ പരലോകത്തെ ബാധിക്കുമോ എന്നാണ് മകൻ്റെ ചോദ്യം. കുറച്ചു കാലം അകലം പാലിച്ചു. ഉപ്പാക്കൊരു ഫീൽ വന്നോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. ഉപ്പ മാറണം എന്ന് മാത്രമായിരുന്നു മനസ്സിലെ ആഗ്രഹം. ഇപ്പോൾ സംസാരം കുറയുന്നു. ഉപ്പയോടുള്ളൊരു നല്ല ബന്ധം എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ കുടുംബം മൊത്തം തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ ഉപ്പായുടെ ഈ നടത്തിരിപ്പ് ഒരു വിലങ്ങുതടിയാവുന്നു. അത് മാനസികമായി കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നു. ഉപ്പയോടുള്ള ഈ അകൽച്ചയ്ക്ക് എനിക്ക് ശിക്ഷയുണ്ടാകുമോ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെയാണ് ഈ മകൻ്റെ വളരെ പ്രയാസത്തോടു കൂടിയുള്ള ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പാക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മകനും വാപ്പയും തമ്മിൽ ദീനിയായ ദൃഢമായ ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരിക്കട്ടെ. ഇതൊരു പക്ഷേ ഈ ചോദ്യകർത്താവിന് മാത്രമല്ല, ഇതുപോലെ ഒട്ടനവധി ആളുകൾക്ക് ചോദിക്കുവാനുള്ള ചോദ്യമാണ്. വാപ്പ ഇത്തരം അള്ളാഹിനോടുള്ള ധിക്കാരപരമായ സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു മകൻ എന്നുള്ള നിലക്ക് എന്ത് സമീപനമാണ് ചെയ്യേണ്ടത്? അവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, വാപ്പയെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുക. വിഗ്രഹാരാധകനായ പിതാവ് ആസറിനോട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഭിസംബോധന ചെയ്യുക, യാ അബത്തി യാ അബത്തി യാ അബത്തി, എന്റെ പുന്നാര വാപ്പ, എന്റെ പുന്നാര ഉപ്പ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ പിതാവിനെ താൻ സ്നേഹിക്കുന്നു, ആ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് പരലോകം ഉൾപ്പെടുത്തി നാം ഉപദേശിക്കുക. അല്ലെങ്കിൽ ഡി അഡിഷൻ സെന്ററിൽ വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു എങ്കിൽ നല്ല ആളുകളെ വ്യക്തിപരമായി ഉപദേശിക്കുക. പിതാവിന്റെ കൂട്ടുകാരെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തി ഉപദേശം കൊടുക്കുവാൻ തയ്യാറാകുക. ഒരു പക്ഷെ അതൊന്നും സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായിക്കൊള്ളണമെന്നില്ല. പിന്നീട് മകൻ എന്നുള്ള നിലക്ക് മകന്റെ കയ്യിലുള്ള ആയുധം റബ്ബിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ്. അതോടൊപ്പം തന്നെ മകന്റെ പ്രധാനപ്പെട്ട ചോദ്യം, പിതാവിൽ നിന്ന് ഒരകലം പാലിച്ചാൽ അത് തെറ്റാകുമോ എന്നാണ്. പിതാവ് സ്ഥിരം മദ്യപാനിയും ഇപ്പൊ അത് വർദ്ധിച്ച് ചീട്ടുകളിയും ഒക്കെ ഏർപ്പെടുന്നു. തൻ്റെ കുടുംബത്തിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ സ്വൈര്യമായ ജീവിതത്തിന് പിതാവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തടസ്സമായി തീരുന്നു. മക്കൾ പോലും ഒരു പക്ഷേ ഉപ്പയെ കണ്ട് ഇങ്ങനെ തെറ്റിലേക്ക് പോകുമോ എന്നോ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഈ നിഷിദ്ധമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മക്കൾക്ക് ദീനിയായ ഒരു സംസ്കരണം ലഭിക്കുകയില്ല എന്നൊക്കെ തോന്നിപ്പോകുമ്പോൾ ഒന്ന് അകലം പാലിച്ചാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. അവിടെ അകലം പാലിക്കുക എന്ന് പറയുമ്പോൾ പിതാവുമായുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തുക എന്നുള്ളതല്ല. പിതാവിന് ചിലവിന് കൊടുക്കേണ്ട സാഹചര്യമാണ് എങ്കിൽ ചിലവിന് കൊടുക്കുക, ക്യാഷായി കൊടുക്കാതിരിക്കുക. വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക. ക്യാഷായി കൊടുത്ത ഒരു പക്ഷേ അദ്ദേഹം വീണ്ടും അത് മദ്യപാനത്തിന് ഉപയോഗിച്ചേക്കാം. തനിക്ക് സ്നേഹമുണ്ട് എന്നും പിതാവിന്റെ ഈ നിഷിദ്ധമായ ചെയ്തി കൊണ്ടാണ് വിട്ടുനിൽക്കുന്നത് എന്നും അദ്ദേഹത്തിന് ബോധ്യമായിരിക്കണം. അങ്ങനെ ഒരു പക്ഷേ അതുകൊണ്ട് ഒരു ഹജർ, ഒന്ന് വിട്ടുനിൽക്കൽ കൊണ്ട്, ഉപരോധം കൊണ്ട് പിതാവ് മാറുന്നുവെങ്കിൽ മാറട്ടെ. ഏതായിരുന്നാൽ റബ്ബിനോട് ആത്മാർത്ഥമായി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിന് ഒരു ദീനിയായ കാഴ്ചപ്പാട് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആമീൻ.